എല്ലാവർക്കും കപ്പിൾസ് എംപിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ എബി മോളുടെ ബർത്ത്ഡേയുടെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ബർത്ത്ഡേയുടെ ദിവസമല്ല, തലേ ദിവസമാണ് ഞങ്ങൾ അവൾക്ക് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഡു ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക്. അങ്ങനെ നമ്മളൊരു മഞ്ഞ കളർ ആ ലഡു ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവൾക്ക് മിഠായിയും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിഠായി പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. സ്കൂളിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ പെൻസിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. ഇത് നമ്മുടെ മണ്ണൂർ വളവുള്ള സ്നേഹ ബേക്കറിയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് മിഠായിയും ലഡു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്നേഹ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ് 10ാം ക്ലാസ്സിൽ. അപ്പോൾ അവൾ മക്കൾക്ക് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു ഇറങ്ങി കേട്ടോ ഗൈസ്. ഇത് ഏമി മോളുടെ അമ്മമ്മ അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് അവളുടെ പട്ടുപാവാടയാണ് കേട്ടോ ഗൈസ്. ഏമി മോളുടെ അമ്മമ്മ അടിച്ചു കൊടുത്തിട്ടുള്ള പട്ടുപാവാടയാണ് കേട്ടോ ഗൈസ്. ഞാനിത് പാവാട കേട്ടോ ഗൈസ്, പട്ടുപാവാട ഒരു മിഡി ടൈപ്പ് പാവാടയാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് രാവിലെ ആയി, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മണ്ണൂർ ശിവക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മണ്ണൂരിലേക്ക് എത്തണ്ട, അതിൻ്റെ മുന്നേ തന്നെ കേട്ടോ. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തിയിട്ടോ ഗൈസ്. അമ്പലത്തിലെത്തി അപ്പോഴേക്ക് എമീൻ്റെ മുടിയൊക്കെ ഒരിതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് ക്ലിപ്പൊക്കെ ശരിയാക്കി കൊടുത്തു. അങ്ങനെ അച്ഛൻ്റെ കൈയും പിടിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ മണ്ണൂർ ശിവക്ഷേത്രം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളുടെ പേരിൽ അവൾക്ക് എന്താ പറയുക, പിറന്നാളിനോടനുബന്ധിച്ച് കഴിപ്പിക്കാനുള്ള വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഷീട്ടൊക്കെ എഴുതി എമി മോൾ നടന്നു വരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ എമി മോളുടെ സ്കൂളിലേക്ക് വാങ്ങിയ ലഡു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ഗൈസ്. കുടുംബസമേതം പോന്നു. അങ്ങനെ ഗൈസ് എമി എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തു. ലഡുവും പിന്നെ പെൻസിലും ആണ് കേട്ടോ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിഠായി നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. കേക്ക് വൈകുന്നേരം വാങ്ങാ. കേക്ക് വൈകുന്നേരം വാങ്ങാ. പറ്റണോ തുടങ്ങി. കേക്ക് വാങ്ങിയില്ല, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നോക്കുക അങ്ങനെ ഗൈസ് എമി മോൾക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്തു. ഇപ്പോൾ അവൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇതാണ് ഇട്ടത് കേട്ടോ. പിന്നെ മക്കളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഘോഷിച്ചതാണ്. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ അവളുടെ സന്തോഷം, ഒരു പിറന്നാളിലും ഏട്ടൻ ഉണ്ടാവാറില്ല, അവളുടെ അച്ഛൻ ഉണ്ടാവാറില്ല കേക്ക് മുറിക്കാൻ. അപ്പോൾ ഈ പിറന്നാളിൽ അച്ഛൻ ഉണ്ടാവണം, അച്ഛൻ എൻ്റെ കൈ പിടിച്ച് കേക്ക് മുറിപ്പിക്കണം എന്നൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹം. എന്തായാലും അവളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മോളുടെ കൂടെ വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫാമിലി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മളെ കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ നമ്മൾ കേക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിച്ചു. അങ്ങനെ മോള് എല്ലാവർക്കും കേക്ക് കൊടുത്തു. എന്തായാലും ആൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവളുടെ ഡ്രസ്സിൻ്റെ ഒരു തീം അനുസരിച്ചായിരുന്നു കേട്ടോ ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മമ്മ 2 ദിവസം മുന്നേ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളറിലാണ് ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഈ ഡ്രസ്സ് അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, എൻ്റെ മോൾക്ക് ഈ ഡ്രസ്സ് ചേരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കൊച്ചു വ്ളോഗ് വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ബൈ ബൈ.